SPR യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മലയാളം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. മലയാളം ഗ്രാമറിന് ഇന്ന് ഏറെ പ്രാധാന്യമുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ 40 മാർക്കിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏകദേശം 6 മാർക്ക് മലയാളം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ PSC പരീക്ഷകളിൽ 10 മാർക്കിന് മലയാളം ചോദ്യം കടന്നു വരാറുണ്ട്. അതിൽ 5 മാർക്ക് മലയാളം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മലയാളം ഗ്രാമറിൽ നാമവുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് പാർട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും പ്രയോജനമാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ നാമത്തെ പലതായി വിഭജിച്ചിരിക്കുന്നു. നാമം എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിൻ്റെയും പേരായ ശബ്ദത്തിന് നാമം എന്ന് പറയുന്നു. നാമത്തെ 3ആയി വിഭജിച്ചിട്ടുണ്ട്. 1 ദ്രവ്യനാമം, 2 ഗുണനാമം, 3 ക്രിയാനാമം. ദ്രവ്യനാമം എന്താണ്? ദ്രവ്യം അചേതനമായ ഏതൊരു വസ്തുവിനെയും നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നു. അചേതനം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്. അപ്പോൾ അചേതനമായ ഏതൊരു വസ്തുവിൻ്റെയും പേരായ നാമത്തിന് ദ്രവ്യനാമം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് മേശ, കസേര, ബെഞ്ച്, മണ്ണ്, ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ധാരാളം വസ്തുക്കളുണ്ട്. ഇതെല്ലാം ദ്രവ്യനാമത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് ഗുണനാമം. ആ പേരിൽ തന്നെ ഉണ്ട് ആ നാമത്തിൻ്റെ പ്രത്യേകത. ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സവിശേഷതയെ, സ്വഭാവത്തെ, മേന്മയെ സൂചിപ്പിക്കുന്നതാണ് ഗുണം എന്ന് പറയുന്നത്. അത് നല്ലതുമാവാം, ചീത്തയുമാവാം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന നാമത്തിനെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാജു നന്നായി പാടുന്നു. അവിടെ അവൻ നന്നായി പാടുന്നു എന്ന് പറയുന്നത്, ആ നന്നായി എന്നുള്ളത് അവൻ്റെ ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ്. രാമു സമർത്ഥനാണ്. വളരെ എല്ലാ കാര്യത്തിലും സമർത്ഥനാണ് എന്നുള്ള അവൻ്റെ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതയെ എടുത്തു പറയുന്ന എല്ലാ നാമങ്ങളെയും നമുക്ക് ഗുണനാമമായിട്ട് കാണാവുന്നതാണ്. ഉദാഹരണം വെണ്മ, കഴിവ്, മിഴിവ്, ബുദ്ധി, ഇങ്ങനെയൊക്കെ പറയുന്നതിനെ നമുക്ക് ഗുണനാമം എന്ന് പറയാം. 3ാമത്തേത് ക്രിയാനാമം. ക്രിയ എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന പ്രവർത്തിക്കാണ് ക്രിയ എന്ന് പറയുന്നത്. ആ ക്രിയയിൽ ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, കുട്ടി നന്നായി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുട്ടി എന്ന് പറയുന്നത് നാമമാണ്, പഠിക്കുക എന്ന് പറയുന്നത് ക്രിയയാണ്, നന്നായി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ക്രിയാവിശേഷണം കൂടിയാണ്. പഠിക്കുക എന്ന പദത്തെ നമ്മളൊരു വിശേഷണത്തോടുകൂടി ചേർത്തിരിക്കുന്നു, നന്നായി പഠിക്കുന്നു. എന്നാൽ ആ സെൻറ്റൻസിൽ തന്നെ പഠിക്കുക എന്നുള്ളത് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ആ പഠനം എന്ന് പറയുന്നത് ഒരു നാമത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പദങ്ങളെയാണ് നമ്മൾ ക്രിയാനാമം എന്ന് പറയുന്നത്. ഒരു ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പദത്തിൽ നിന്ന് നമ്മൾ ആ പദത്തെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ അത് നാമമായിട്ട് തീരുന്നു. ഓട്ടം, ചാട്ടം, നടത്തം, ഇതെല്ലാം ക്രിയാനാമത്തിന് ഉദാഹരണമായിട്ട് പറയാം. ഇനി ദ്രവ്യനാമത്തെ 5ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. 1 സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രാധാന്യം ഉള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേകതയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏകത്വത്തെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പേരിന് മാത്രമേ ആ ഒരു പ്രാധാന്യം
ഉണ്ടാവുകയുള്ളൂ. അത് വേറൊരിടത്തും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒരു പ്രത്യേകമായ പേരിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. അതിന് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രധാനമന്ത്രി, ഓരോ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി ഉണ്ട്. അപ്പോൾ എല്ലാ രാജ്യത്തിനും കൂടി ഒരു പ്രധാനമന്ത്രിയല്ല. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടത് സംജ്ഞാനാമത്തിൽ വരുന്നു. അപ്പോൾ ഹിമാലയം, ധാരാളം പർവ്വതങ്ങൾ നമുക്കുണ്ട്. ഹിമാലയം എന്ന പേരിൽ ആ ഒരു പർവ്വതം മാത്രമേ ഉള്ളൂ. മറ്റൊരുദാഹരണം പറഞ്ഞാൽ വിശ്വാമിത്രൻ, രാമായണത്തിലും മഹാഭാരതത്തിലും ധാരാളം മഹർഷിമാരുണ്ട്. പക്ഷെ വിശ്വാമിത്രൻ എന്ന പേരിൽ ആ ഒരു മഹർഷി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന പ്രത്യേക പ്രാധാന്യത്തോടുകൂടി ഉള്ള ഏതൊരു നാമത്തെയും സംജ്ഞാനാമം എന്ന് പറയാം. ഉദാഹരണത്തിന് ഭാരതപ്പുഴ, ഗംഗാനദി, നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇങ്ങനെയുള്ള നാമങ്ങളെല്ലാം സംജ്ഞാനാമത്തിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തത് സാമാന്യനാമം. സാമാന്യനാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിനിപ്പോൾ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളും കൂടി ചേർന്ന സമസ്തപദമാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുന്നു. പുരുഷന്മാർ എന്ന പദത്തിൽ ബാലന്മാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, യുവാക്കളുണ്ട്, എല്ലാവരും അതിനകത്തേക്ക് ഉൾക്കൊള്ളുന്നു. കോമണായിട്ട് സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു വിഭാഗം മാത്രമായിട്ട് പറയുമ്പോൾ പുരുഷന്മാർ എന്ന് പറയുന്നു. സ്ത്രീകൾ, ഇത്തരത്തിൽ നമ്മൾ മൊത്തമായിട്ട് ഒരു പൊതുവായ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്ന നാമത്തിനാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. മഹർഷിമാർ, സന്യാസിമാർ, കുട്ടികൾ, വൃദ്ധർ, ഇതൊക്കെ നമുക്ക് സാമാന്യനാമത്തിന് ഉദാഹരണമായിട്ട് പറയാം. അടുത്തത് മേയനാമം. കൃത്യമായിട്ട് നമുക്ക് അളവ് തൂക്കങ്ങൾ വ്യക്തമാക്കാൻ പറ്റാത്ത നാമങ്ങളെയെല്ലാം നമുക്ക് മേയനാമം എന്ന് പറയാം. അവയ്ക്കൊരു കൃത്യതയില്ല. അളവിനെ സംബന്ധിച്ചോ അതിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ചോ ഒരു കൃത്യത നിർവചിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വരുന്ന നാമങ്ങളെ നമ്മൾ മേയനാമം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് മഴ, മഞ്ഞ്, കാറ്റ്, ആകാശം, കാർമേഘം, ഇതെല്ലാം മേയനാമത്തിന് ഉദാഹരണമാണ്. അടുത്തത് സമൂഹനാമം. സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്ന പദമാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു പറ്റം ആളുകൾ, അവിടെ പറ്റം എന്ന് പറയുന്നത് ഒരു കൂട്ടം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ഒരു കുല പഴം, അവിടെ പഴത്തിൻ്റെ ഒരു പ്രത്യേകതയെ എടുത്തു കാണിക്കുന്നതാണ് ഒരു കുല പഴം. ഇത്തരത്തിൽ നമ്മൾ ഒരു കൂട്ടമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ നാമത്തിനും സമൂഹനാമം എന്ന് പറയുന്നു. വംശം, കുലം, പിന്നെ കൂട്ടം, ഇതെല്ലാം സമൂഹനാമത്തിൽ വരുന്നതാണ്. പടല, പറ്റം, നിര, ഇതൊക്കെ സമൂഹനാമത്തിന് ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാം. അവസാനത്തേതാണ് സർവനാമം എന്ന് നമ്മൾ പറയുന്നത്. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാമത്തിനാണ് സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് രാമു ക്ലാസ്സിൽ പോയി എന്ന് നമ്മൾ പരിചയമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവിടെ രാമു എന്ന പദത്തിന് പകരം നമ്മൾ അവൻ ക്ലാസ്സിൽ പോയി എന്ന് പറയുന്നു. അപ്പോൾ രാമു എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് അവൻ എന്ന പദമാണ് നമ്മൾ പകരപദമായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു പദത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പദം തുല്യ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അവർ, അവൻ, അവൾ, നീ, ഇങ്ങനെയൊക്കെ പറയുന്ന പദങ്ങളെ
നമുക്ക് സർവനാമം ആയി കണക്കാക്കാവുന്നതാണ്. ഇപ്പോൾ നാമവും അതിൻ്റെ ഉപവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം.